ഈ സ്വർണ്ണം ഇങ്ങനെ അങ്ങോട്ട് വാരും, എന്നിട്ട് തട്ടാൻ്റെ അടുത്തേക്ക് പോകും. വന്നത് എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട, ഇത് കൊണ്ട് കൊടുത്ത എവിടേക്കാന്ന് അന്വേഷിക്കേണ്ട, ഒന്നുമില്ല. അതിൻ്റെ വിഹിതം കിട്ടി കൂട്ടി കോടതിയിൽ കൊണ്ടിട്ടു, കഴിഞ്ഞ് ഫിനിഷ്. എൻ്റെ പൊന്നുമോനെ, പിന്നെ എങ്ങനെയാണ് നടക്കുക? ഒരു സാധാരണക്കാരന് അവിടെ 1500-2000 റിയാലിന് ജോലി ചെയ്യുന്നവന് ഇങ്ങനെ കിലോ കണക്കിന് സ്വർണ്ണമായിട്ട് അവിടെ നിന്ന് വരാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ സംഘം അവിടെ പ്രവർത്തിക്കുന്നില്ലേ? ഇതിനൊക്കെ വലിയ വലിയ ബുദ്ധി വേണോ? സാധാരണ മനുഷ്യൻ്റെ ചെറിയ കോമൺ സെൻസ് പോരെ? ഇതൊരു അന്താരാഷ്ട്ര ഇടപാടും അല്ലെങ്കിൽ അന്തർ സംസ്ഥാന ഇടപാടും ഒക്കെ ആകുമ്പോൾ സംസ്ഥാന ഏജൻസിക്ക് പകരം കേന്ദ്ര ഏജൻസിയോ CBI പോലുള്ള ഏജൻസിയോ അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്നു? അല്ല, അതിലേക്കൊന്ന് പോവാണ്. എന്താണ് കേന്ദ്ര ഏജൻസികളൊന്നും വരാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വരാത്തത്? അവരും അന്വേഷിക്കട്ടെ, അവർക്കും ഇതിൻ്റെ ബാധ്യത ഉണ്ടല്ലോ. ഹിന്ദു ലേഖനത്തെ ചൊല്ലിയിട്ടിപ്പോൾ ഒരുപാട് മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് ഇതിനോടകം വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് അൻവറിനോട് ഏതെങ്കിലും രീതിയിൽ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അൻവറാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അതിന് മലപ്പുറത്തെ മുഴുവൻ കുറ്റം പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടോ? അൻവറായിരുന്നോ ടാർഗറ്റ്? അത് പറഞ്ഞ് മലപ്പുറത്തിനെതിരായി പോയതാണ് എന്ന് കരുതുന്നത്? അതൊന്നുമല്ല, അതൊക്കെ വളരെ വ്യക്തമല്ലേ. ഇപ്പം ടാർഗറ്റ് അൻവറാണ്, അതിൻ്റെ കൂടെ മലപ്പുറത്താണല്ലോ അൻവറും. അപ്പോൾ മലപ്പുറത്തിൻ്റെ പുത്രനാണ് അൻവർ, അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. രാജ്യത്തിൻ്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കുടുംബചരിത്രമുള്ള, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ ഞാൻ വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. ഞാനൊരു ഭാരതീയനാണ്, അതിലൊരു തർക്കമില്ല. അതൊന്നും ഇവർ തേച്ച് മാറ്റി കളഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെടുന്ന പരാതിയോ അല്ലെങ്കിൽ കോടതിയോ കൊടുക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ. ഈ കേസ് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ പഠിച്ചിട്ട് ഹൈക്കോടതിക്ക് തീരുമാനം എടുക്കാം. അത് ഹൈക്കോടതിയുടെ ഓപ്ഷനാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്ത് തീരുമാനം എടുക്കുന്നോ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇപ്പം അതിലൊരു തടസ്സം വരാൻ പോകുന്നത്, നമ്മളിപ്പോൾ ലീഗൽ ഒപ്പീനിയൻ സീനിയർ ലോയേഴ്സുമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പേരിന് നടക്കുന്നുണ്ടല്ലോ SIT. ആ ഇൻവെസ്റ്റിഗേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് കോടതി ഒരു പക്ഷേ പറയും ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയട്ടെ, അങ്ങനെ ഒരു നെഗറ്റീവ് അതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനെന്ത് പരിഹാരം എന്ന് നിയമവിദഗ്ധർ ആലോചിക്കുന്നുണ്ട്. അവരുടെ ആ നിയമവിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കുക. അതാണ് ഇപ്പോൾ സ്ട്രക്കായി നിൽക്കുന്നത്. താങ്കളെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം CPM-ന്റെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആകെ ഇപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അല്ല, എന്നെ കൊണ്ടല്ല. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം പറഞ്ഞല്ലോ, മുസ്ലിം പ്രീണനമാണ് LDFൻ്റെ ഈ വമ്പം പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തൽ വളരെ വിഡ്ഢിത്തപരമായ ഒരു തീരുമാനമാണ്. ഈ അസസ്മെൻ്റ് നോക്കാതെ, ഞാനീ പറയുന്ന അല്ലല്ലോ, കുഴപ്പമില്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൃത്യമായി നോക്കാതെ ഈ വിഷയത്തിൽ ആ രീതിയിലാണ് ഇടപെടുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക, കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നേ എനിക്കതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അവരാവശ്യം എന്താണ്? ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ലെ ചില ലീഡർഷിപ്പിൻ്റെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും BJP-യും RSS-ഉമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണം. ആ ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ്. എന്ത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം പ്രീണനമാണ് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായത്. യഥാർത്ഥ പരാജയ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ പോലീസിങ്ങും പഞ്ചായത്തിലെ ടാക്സ് വർധന. എത്രയായിരുന്നു ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നത്? കെട്ടിട നികുതിയും പ്ലാനും ഒക്കെ 360%, 400%, 500%. 500 രൂപ ഫീസ് അടച്ചിരുന്നവന് പൊതുസമ്മേളനത്തിൽ അണിനിരന്ന ആയിരങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും കോൺഗ്രസിന്റെയും കൂട്ടുമുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിന് അൻവർ മറുപടി പറയുകയാണ്. ജനാധിപത്യ വിശ്വാസികളാണ് തന്റെ പൊതുസമ്മേളനത്തിൽ അണിനിരന്നത് എന്ന്, തന്നെ വർഗീയവാദിയാക്കാൻ കഴിയില്ല എന്നും PV അൻവർ പറയുന്നു. ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കുടുംബ പാരമ്പര്യമാണ് തന്റേതുള്ളത് എന്ന് വീണ്ടും PV അൻവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ആ ചരിത്രമാണ് തനിക്കുള്ളത് എന്ന് PV അൻവർ ആവർത്തിക്കുകയും ചെയ്യുന്നു.